അവസാനം എഴുതി വെച്ചോളൂ എല്ലാവരും. അരപ്ലാവല. പറഞ്ഞുതരാം ചോദിച്ചാൽ മതി. അരപ്ലാവല എഴുതിയോ? അരമാവല. അരമാവല. മാവല മാവലയുടെ അത്രയും തന്നെ പച്ച, എല്ലാം പച്ച. ഞാൻ പറഞ്ഞ എല്ലാം പച്ച. വാഴയില, തെങ്ങോല, ഈർക്കിൽ ഉൾപ്പെടെ ആ മാവലയുടെ അത്രയും നീളത്തിലാണ്. ഇത് നമ്മുടെ മറ്റേ ഇതിനകത്ത് മിക്സിയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ വെയിലും കൊള്ളണം. വെയിലുകൊണ്ടില്ല ചെയ്യാത്തില്ല. അരമണിക്കൂർ ദിവസം വെയിലും കൊള്ളണം. രക്തം നിങ്ങൾക്ക് എപ്പോഴും 15 രക്തം എപ്പോഴും 15 ആയിരിക്കും ഹീമോഗ്ലോബിൻ. പിന്നെ ഞാൻ ഇതെല്ലാം മിക്സ് എനിക്ക് നേരി പിടിക്കണം. രാവിലെ ഞാൻ നെല്ലിക്കയുടെ കൂടെ. ഇനി അത്താഴം. പിന്നെ ഇനി അടുത്തത് അത്താഴം. ഒരു പഴം വയറ് നിറക്കും. വയറ് നിറക്കും 10 കിലോ. വയറ് നിറയ്ക്കണം. അത്താഴം വയറ് നിറച്ച് ഒരു പഴം. ഡയബറ്റിക്കാർക്ക് ആദ്യത്തെ 3 മാസം പുളിയുള്ള പഴം. ഡയബറ്റിക്കാർക്ക് ആദ്യത്തെ 3 മാസം പുളിയുള്ള പഴം. അത് കഴിഞ്ഞാൽ മധുരമുള്ള പഴം. പഴം എന്ന് പറഞ്ഞാൽ ചക്കപ്പഴവും മാമ്പഴവും പപ്പായയും ആപ്പിളും ഓറഞ്ചും എല്ലാം വരുവാനാണ് കേട്ടോ. ഇതെല്ലാം പഴമുണ്ടാവും. ഒരെണ്ണം മണ്ണത്തിൻ്റെ ഇനി എല്ലാം ഒരു വാദമില്ല. എവിടെയാ വാദം? എനിക്കാണോ വാദം? ഒരു വാദമില്ല. വെറുതെ പറയാൻ നാട്ടുകാരെ പേടിപ്പിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു വാദമില്ല. എഴുതി കഴിഞ്ഞോ? പിന്നെ ഉറക്കം വരാത്തവർ ഒരു 7 മണിക്ക് അത്താഴം കഴിക്കണം. ഇത്തിരിപ്പഴം കഴിച്ചിട്ട് 10 മണിക്കാൻ കിടക്കണം മാക്സിമം. കാരണം പച്ചവെള്ളത്തിൽ ചാര കോരി തണുപ്പിക്കുക. കിടക്കാൻ നേരത്ത് എന്നിട്ട് തോർത്ത് കൊണ്ട് തല കെട്ടി വെക്കുക. എന്നിട്ട് ചെരുപ്പിടാതെ മുകളിനകത്ത് കുറച്ച് നേരം നടക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തലയിലെ തുണി വെച്ച് കിടന്ന് നേരെ കെട്ടിലേക്ക് കിടന്നുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ, കിടക്കാൻ എഴുന്നേറ്റടക്കം ചെയ്തില്ലേ, ആ ശ്വാസം ബ്രേക്ക് ചെയ്ത് കിടന്നാൽ മതി. പറയുന്നത് തിങ്ക് വിത്തൗട്ട് തോട്ട്. ഇവിടെ നോക്കുമ്പോൾ തിങ്ക് വിത്തൗട്ട് തോട്ട്. പിന്നെ 4 പ്രാവശ്യം 5 പ്രാവശ്യം എഴുന്നേറ്റ് മുള്ളുന്നവർ, രാത്രി എഴുന്നേറ്റ് മുള്ളുന്നവർ, നിങ്ങൾ 6 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളം കൂടി നിർത്തണം. എന്നിട്ട് അഥവാ ദാഹം വന്നെങ്കിൽ ഒരു കവിളെടുത്തിട്ട് വായി നിർത്തുക. കുറേ നേരം എന്നിട്ട് അടച്ച് നിർത്തിയേക്കുക. വായി നിർത്തുക. ആചമനം ചെയ്ത് കുടിക്കാന്ന് പറയും. എന്നിട്ട് ഇറക്കുക. പിന്നെ 1 മണിക്കൂറുള്ള ദാഹം വന്നാൽ ഒരു കവിളെടുക്കുക, നിർത്തുക. ഇത്രേ ഉള്ളു. എല്ലാവർക്കും ദീർഘായുസ്സ് ഉണ്ടാകട്ടെ. ആർക്കും രോഗം വരത്തില്ല, വരാൻ വിധിയില്ല. മരിക്കുന്നവരെ നമുക്കൊരു രോഗം വന്നുകൂടാ. എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് ഉണ്ടാകട്ടെ.